സാധാരണ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അയക്കുമ്പോൾ അച്ഛനമ്മമാർ നോക്കുന്ന കാര്യം എന്താണ്? കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കന് നല്ല ജോലിയുണ്ടോ, സാലറി ഉണ്ടോ, നല്ല വീടുണ്ടോ, കുറെ സ്വത്തുക്കളുണ്ടോ എന്നൊക്കെ നോക്കിയായിരിക്കും പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവെ എല്ലാവരുടെയും ഒരു ധാരണ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനും വീട്ടുകാരും നല്ല സാമ്പത്തിക സ്ഥിതിയിലുള്ളവരാണ്, അവർക്ക് കുറെ സ്വത്തുക്കളും നല്ല വലിയ വീടും കാറും ഒക്കെ ഉണ്ട് എന്നാണെങ്കിൽ ഈ ലീഗലി കല്യാണം കഴിക്കുന്ന പെൺകുട്ടിക്ക് അതിന്റെ എല്ലാം അവകാശം ലഭിക്കും എന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ടാണ്. ഇപ്പോൾ നിങ്ങളുടെ മോളെ കല്യാണം കഴിച്ചിരിക്കുന്ന ഭർത്താവിനും ഭർത്താവിന്റെ വീട്ടുകാർക്കും കുറെ സ്വത്തുക്കളും വലിയ ബംഗ്ലാവും BMW കാറും ഒക്കെ ഉണ്ടെന്നാണെങ്കിൽ അതൊരിക്കലും നിങ്ങളുടെ മോൾക്കോ നിങ്ങൾക്കോ ലഭിക്കില്ല. അതിന്റെ എല്ലാം അവകാശി എന്ന് പറയുന്നത് ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും മാത്രമായിരിക്കും. ഭർത്താവോ ഭർത്താവിന്റെ വീട്ടുകാരോ അവരായിട്ട് എന്തെങ്കിലും തന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ മകൾക്ക് ഭർത്താവിന്റെയും വീട്ടുകാരുടെയും സ്വത്തുക്കളിൽ അവകാശം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ചോദിക്കും, നിയമപരമായി വിവാഹം കഴിക്കുന്ന പെൺകുട്ടിക്ക് യാതൊരു അവകാശവും ഇല്ലേ എന്ന്. അവകാശമുണ്ട്. ആകെ ലഭിക്കുന്ന അവകാശം എന്ന് പറയുന്നത് സ്വന്തമായി സാമ്പത്തികമോ വരുമാനമോ ജോലിയോ ഒന്നും തന്നെ ഇല്ല, സ്വന്തമായി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാത്ത പെൺകുട്ടിയാണെങ്കിൽ ഭർത്താവിൽ നിന്നും ചികിത്സ, വസ്ത്രം, പാർപ്പിടം തുടങ്ങിയ ചെലവുകൾക്കുള്ള തുക ചോദിക്കാം. അത് ഭർത്താവിൽ നിന്നും ലഭിക്കുന്നതിനുള്ള അവകാശം ഭാര്യയ്ക്കുണ്ട്. ഇനി ഭർത്താവ് അത് തരാൻ വിസമ്മതിക്കുകയാണെങ്കിൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 144 പ്രകാരം ഫാമിലി കോടതിയെ സമീപിച്ച് അത് നേടിയെടുക്കാനും സാധിക്കുന്നതാണ്. ഭർത്താവിൽ നിന്നും ചെലവിന് ലഭിക്കുക എന്ന് പറയുന്നത് സ്ത്രീകളുടെ സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആണ്. അത് ഉറപ്പായും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭർത്താവിൽ നിന്നും ലഭിക്കും. അതേപോലെ നിങ്ങൾ വിവാഹം കഴിഞ്ഞ് പോകുന്ന ഭർത്താവിന്റെ വീട് നിങ്ങളുടെ മാട്രിമോണിയൽ ഹോം ആണ്. അവിടെ താമസിക്കുന്നതിനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. അവിടെ നിന്നും നിങ്ങളെ പുറത്താക്കുന്നതിനുള്ള അവകാശം ഭർത്താവിനോ ഭർത്താവിന്റെ വീട്ടുകാർക്കോ ഇല്ല. എന്ന് കരുതി ഭർത്താവിനും ഭർത്താവിന്റെ വീട്ടുകാർക്കും ഒരു 10 ഏക്കർ സ്ഥലവും വലിയ വീടും ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നേർപകുതി അവകാശം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിചാരിക്കേണ്ട. അങ്ങനെ വിചാരിക്കുന്നത് മണ്ടത്തരം മാത്രമാണ്. ഭർത്താവിനുള്ള സ്വത്തുക്കളുടെ അവകാശി ഭർത്താവ് മാത്രമാണ്. അതേപോലെ ഭർത്താവിന്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ അവകാശി ഭർത്താവിന്റെ വീട്ടുകാർ മാത്രമാണ്. അവരായിട്ട് എന്തെങ്കിലും തന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്കതിൽ അവകാശം ലഭിക്കുകയുള്ളൂ. അതേപോലെ തന്നെ വിവാഹം കഴിഞ്ഞ് വരുന്ന പെൺകുട്ടി കൊണ്ടുവരുന്ന സ്വർണത്തിന്റെയും പണത്തിന്റെയും ഒക്കെ അവകാശി ആ പെൺകുട്ടി മാത്രമാണ്. അതൊന്നും എടുക്കുന്നതിനുള്ള അവകാശം ഭർത്താവിനോ ഭർത്താവിന്റെ വീട്ടുകാർക്കോ ഇല്ല. ഭർത്താവിന്റെയോ ഭാര്യയുടെയോ സ്വത്തുക്കളുടെ അവകാശത്തെ സംബന്ധിച്ച കാര്യം വരുന്നത് ഇവരിൽ ഒരാളുടെ മരണശേഷമായിരിക്കും. ഉദാഹരണത്തിന് ഭർത്താവിന് ജീവിച്ചിരിക്കുന്ന സമയത്ത് സ്വന്തമായി ഒരു 10 സെന്റ് സ്ഥലവും വീടും ഉണ്ടെന്ന് വിചാരിക്കുക. ഭർത്താവ് ജീവനോടെ ഇരിക്കുമ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും ചോദിക്കാൻ കഴിയുന്നത് ആ വീട്ടിൽ താമസിക്കുന്നതിനുള്ള സൗകര്യം ചോദിക്കാം. അതേപോലെ ചിലവിനുള്ള തുകയും ചോദിക്കാം. അത് ഭാര്യയ്ക്കും കുട്ടികൾക്കും 18 വയസ്സുവരെ ലഭിക്കുന്നതാണ്. അതല്ലാതെ ഭർത്താവ് ജീവനോടെ ഇരിക്കുമ്പോൾ ഭർത്താവിന്റെ പേരിലുള്ള ആ 10 സെന്റ് സ്ഥലത്തിലും വീടിലും ഭാര്യയ്ക്ക് അവകാശം ചോദിക്കാൻ സാധിക്കില്ല. ചോദിക്കാം. എപ്പോഴെന്ന് വെച്ചാൽ അയാൾ ജീവിച്ചിരിക്കുമ്പോൾ വില്ലെഴുതുകയോ വിൽക്കുകയോ പ്രമാണമോ ആധാരമോ ഒന്നും ജനിപ്പിക്കാതെ മരണപ്പെട്ടു. മരണപ്പെട്ടതിന് ശേഷം ഉറപ്പായും ഭാര്യയ്ക്ക് ഭർത്താവിന്റെ സ്വത്തുക്കളിൽ അവകാശം വരും. അതേപോലെ മക്കൾക്കും അവകാശം വരും. നിയമപരമായി വിവാഹം ചെയ്ത ഭാര്യയ്ക്ക് മാത്രമായിരിക്കും ഭർത്താവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഭർത്താവിന്റെ സ്വത്തുക്കളിൽ അവകാശം ലഭിക്കുന്നത്. അല്ലാതെ അയാൾ ജീവിച്ചിരിക്കുമ്പോൾ അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ആ സ്വത്തുക്കൾ വിൽക്കുകയോ മറ്റുള്ളവർക്ക് കൊടുക്കുകയോ ട്രാൻസ്ഫർ ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള അവകാശം ഭർത്താവിന് മാത്രമാണ് ഉള്ളത്. ഞാൻ ഭാര്യയാണെന്ന് പറഞ്ഞുകൊണ്ട് അത് തടയാനോ നിയമപരമായി അതിനെ എതിർക്കാനോ ഒന്നും തന്നെ ഭാര്യയ്ക്ക് കഴിയില്ല. ആകെ ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും ചോദിക്കാൻ കഴിയുന്നത് ചെലവിനുള്ള തുക ചോദിക്കാം. അത് ഭർത്താവിന്റെ ജീവിത നിലവാരവും സാഹചര്യവും വരുമാനവും ഒക്കെ നോക്കി മാത്രമേ ചോദിക്കാൻ കഴിയുള്ളൂ. ഒരു കൂലിപ്പണി ചെയ്യുന്ന ആളുടെ കയ്യിൽ നിന്നും ഒരിക്കലും ഒരു വലിയ തുക ചോദിക്കാൻ കഴിയില്ല. അതേസമയം സാമ്പത്തികമായി നല്ല നിലയിലുള്ള നല്ല വരുമാനമുള്ള ഒരാളാണെങ്കിൽ അയാളുടെ കയ്യിൽ നിന്നും അയാളുടെ ജീവിത സാഹചര്യം അനുസരിച്ചുള്ള തുക ചോദിക്കാൻ സാധിക്കുന്നതാണ്. അത് കോടതിയിൽ പ്രൂവ് ചെയ്യണം. അസെറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് കോടതിയിൽ പ്രൂവ് ചെയ്താൽ മാത്രമേ കോടതി ഭർത്താവിന്റെ ജീവിത നിലവാരം അനുസരിച്ചിട്ടുള്ള തുക നമുക്ക് ഓർഡറാക്കി തരികയുള്ളൂ. ചിലർ ചോദിക്കും, ഭർത്താവിന്റെ സാലറിയിൽ ഭാര്യയ്ക്കും കുട്ടികൾക്കും എത്ര ശതമാനം വീതമാണ് ചെലവിനുള്ള തുക ലഭിക്കുക എന്ന്. അങ്ങനെയൊന്നുമല്ല. അതെല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. ഭർത്താവിന്റെ ജീവിത നിലവാരം അനുസരിച്ച് ഭാര്യയുടെയും കുട്ടികളുടെയും എക്സ്പെൻസിനുള്ള തുകയാണ്
ലഭിക്കുക. ഭാര്യയ്ക്കും കുട്ടികൾക്കും എന്തൊക്കെ ചെലവുകളാണ് വരുന്നത്? ഇപ്പൊ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ അവരുടെ പഠനത്തിനുള്ള തുക, അവർക്ക് എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അതിനുള്ള തുക, അങ്ങനെ കോടതിയാണ് തീരുമാനിക്കുന്നത് ഇവർക്ക് എത്ര തുക നൽകണം എന്നുള്ളത്. കോടതിയിൽ നമുക്ക് ഭർത്താവിന്റെ സാമ്പത്തിക സ്ഥിതിയും വരുമാനവും പ്രൂവ് ചെയ്യാൻ സാധിക്കണം. എന്നിരുന്നാൽ മാത്രമേ ഭർത്താവിന്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ടുള്ള ഒരു തുക ഭാര്യയ്ക്കും കുട്ടികൾക്കും ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഭർത്താവിന്റെ സ്വത്തുക്കളിൽ മുഴുവൻ ഭാര്യയായി എന്നുള്ളത് കൊണ്ട് നമുക്ക് അവകാശം ലഭിക്കുന്നില്ല. കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളാവട്ടെ, പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു വിടാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളാവട്ടെ, കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കന്റെ സ്വത്തുക്കൾ കണ്ടൊരിക്കലും കല്യാണം കഴിപ്പിച്ചു വിടരുത്. കാരണം കല്യാണം കഴിക്കുന്നത് കൊണ്ട് മാത്രം ഭർത്താവിന്റെ സ്വത്തുക്കളിൽ ഭാര്യയ്ക്ക് അവകാശം ലഭിക്കില്ല. ഭർത്താവായിട്ട് എന്തെങ്കിലും തന്നെങ്കിൽ മാത്രമേ ഭാര്യയ്ക്ക് ഭർത്താവിന്റെ സ്വത്തുക്കളിൽ അവകാശം ലഭിക്കുകയുള്ളൂ. ഭാര്യയ്ക്ക് ഭർത്താവിന്റെ വീട്ടിൽ പോയി താമസിക്കുന്നതിനുള്ള അവകാശം ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.